Good morning, all. Class ആണല്ലേ കയറിയൊക്കെയാണ് സാധാരണ പറയാം. എല്ലാവരും ഇപ്പോ എന്താ പറയാ മോണിറ്ററിംഗ് ഇംപ്രൂവ്മെന്റിന്റെ ചാപ്റ്റർ എടുക്കാം. ഞാൻ കയറിയത് ഇഷ്ടപ്പെടായില്ലോ രക്ഷിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ കയറിയതില്. അപ്പൊ നമുക്ക് നമ്മളെ കഴിഞ്ഞ ദിവസം എടുത്തത് ഓർമ്മയുണ്ടോ? എവിടെ എടുത്തത്? എപ്പോഴും പേഷ്യൻസ് ഒക്കെ കവർ ചെയ്തു. ഓക്കെ, അങ്ങനെ പേഷ്യൻസ് തന്നെയാണ്. strategies to deal with the angry patients. അത് കവർ ചെയ്തില്ലേ? അതായത് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മള് വായിച്ചിട്ട് കാണുമായിരിക്കും അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ? എന്തായാലും എന്താണ് പേഷ്യന്റ് നല്ല സാറ്റിസ്ഫൈഡ് ആകണം എന്നുള്ള പ്രധാനമാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാൻ പറ്റുക അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇനിയും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഏതോ ഒരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു അൺവെല്ലായിട്ടുള്ള ഒരു കണ്ടീഷനോട് കൂടിയിട്ടായിരിക്കും ഏതൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നിന്നും മെഡിസിൻസ് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്, നമ്മളെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു അല്ലെ ഒരു സന്നദ്ധത അവിടെയുള്ള സ്റ്റാഫുകളിൽ നിന്ന് ഉണ്ടാകണം. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ അവരിൽ നിന്ന് കണ്ടെത്തി തരണം അല്ലെ? അതായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും പെയിനൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അല്ലെ? എന്തെങ്കിലും വയ്യായിക ആണെങ്കിൽ അത് മാറ്റിയെടുക്കണം. നമ്മൾ പറയുന്നത് കേട്ട് അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തി തരണം. അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുക? അതെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ആർക്കായിരിക്കും? ഡോക്ടറിനായിരിക്കും അല്ലെ? പറയുന്നത് കേൾക്കാനും കേട്ട് അതനുസരിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നിർദ്ദേശിക്കാനുമായിട്ടുള്ള ഒരു പ്രത്യേക റോള് ഡോക്ടറിന് തന്നെയാണ് അല്ലെ? മറ്റേതൊരു സ്റ്റാഫുകളെക്കാളും കൂടുതൽ നമ്മളെ വിലമതിക്കുന്നത് ഡോക്ടേഴ്സിന് തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്നും നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റണേന്നുള്ളത് തന്നെയായിരിക്കും ഏതൊരു പേഷ്യന്റ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നോക്കുക, മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് എ ടൈം ഇൻ വിച്ച് ദേ want to complete various tasks from catching up with the patient, understanding their concerns and providing the required treatment. Okay. മിക്ക ഹോസ്പിറ്റലിലൊക്കെ എന്താണ് നമ്മൾ ചെന്ന് ഡോക്ടർമാർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ പറയാനുള്ളത് കൂടി പോയി കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് പറയാനുള്ളത് കൂടി എന്താണ് പകുതി നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ആയിരിക്കും ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലേ? അങ്ങനെയല്ലേ എല്ലാവർക്കും ഫീൽ ചെയ്യാറ്? ആണോ? അതെ അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ സമീപിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും പകുതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താണ് പകുതി ചിലപ്പോൾ ഡോക്ടർ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ പറയുന്ന രീതിയൊന്നും ഡോക്ടർ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് അതൊരു ഫീൽ ചെയ്യും. കാര്യമൊക്കെ പറയാൻ പറ്റിയോ അല്ലെ? എന്തൊക്കെയാണോ പറഞ്ഞത് പറയാനുണ്ടായല്ലോ എന്നൊക്കെ ഒരു മനോഭാവമുണ്ട്. ഇൻ സച്ച് കേസസ് അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്.
എന്താണ് spend a shorter span of time in which they want to complete various tasks from catching up with the patients. പേഷ്യൻസിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു കുറച്ച് സമയമാണ് ആ പേഷ്യൻസിനോട് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. then understanding their concerns and providing requirement treatment. അതനുസരിച്ചിട്ട് തന്നെ അവരെ ആ നിശ്ചിത സമയം കൊണ്ട് അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുകയും ചെയ്യും. In such cases, it would be difficult for doctors to address all the problems of the patients. അതുകൊണ്ട് തന്നെ എന്താണ് ഡോക്ടേഴ്സിന് അല്ലെ അവർക്ക് എല്ലാ പ്രോബ്ലംസും പേഷ്യന്റിന്റെ എന്താണെന്ന് ഗ്രഹിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടണമെന്നില്ല. ഒരു നിശ്ചിത സമയം കൊണ്ട് എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. If we do not get the answer for specific queries like did we provide the desired care, did we give the right advice, it would be difficult for a hospital to improve the patient experience. Okay, നമുക്ക് ഈ പറഞ്ഞ മാതിരി കാര്യങ്ങളൊന്നും ചെയ്ത് കിട്ടിയില്ല എങ്കിൽ അല്ലെ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ആ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് അവിടെ പോയി കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവില്ല അല്ലെ. എപ്പോഴും എന്താണ് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമ്മൾ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെ. ആവശ്യമായ പരിചരണം, ശരിയായ ഉപദേശം കിട്ടിയോ അല്ലെങ്കിൽ ശരിയായ ഉപദേശം കൊടുത്തോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടൊന്നും വരില്ല. കാരണം അത് നിശ്ചിത സമയം കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഡീൽ ചെയ്യുന്നത്. One of the best way to improve it is by engaging with the patients and addressing their problems correctly after every interaction. Okay, അപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറി അല്ലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പേഷ്യന്റിനെ കുറിച്ചിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ് കുറെ അവയർനെസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളൊരു വൺ ടൈം കണ്ട ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് വീണ്ടും നമ്മൾ നെക്സ്റ്റ് വീക്കിൽ വന്ന് പിന്നെയും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് ഒരു ഐഡിയ ആർക്കുണ്ടാവും? ഡോക്ടറിനുണ്ടാവും. ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവൂലേ? ഉണ്ടാവോ? അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? പലതവണ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ. അതേസമയം ഒറ്റയടിക്ക് വന്നുകൊണ്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് അവർക്ക് മതിയായ ഒരു എക്സ്പീരിയൻസ് ലഭ്യമാകണമെന്നില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം. അതായത് നല്ലൊരു പേഷ്യന്റ് കെയർ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവരായിട്ട് നല്ലൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് നേടിയെടുക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് one of the best way to improve it is by engaging with the patients and addressing their problems correctly after every interaction. Okay, അത് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്താണ് കുറച്ച് സമയം പേഷ്യൻസിനോടൊപ്പം നിന്ന് അവരുടെ പ്രോബ്ലംസ് ഒക്കെ കേട്ട് അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ മാത്രമാണ് ആ ഡോക്ടറായിട്ട് ആ ഒരു പേഷ്യന്റുമായിട്ട് ഒരു ബന്ധം, ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പേഷ്യന്റ് എക്സ്പീരിയൻസ് പീരിയഡ് പറയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നുണ്ട്? പേഷ്യന്റ് എക്സ്പീരിയൻസ് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇതിലെല്ലാം വലിയ കുഴപ്പമില്ലാതെ ക്ലിയർ ആണോ? കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പാരഗ്രാഫില് പറഞ്ഞത് ചിലപ്പോഴൊക്കെ ചോദിച്ചു കാണാറുണ്ട്, ആർക്കാണ് കുറച്ച് സമയം അവരുടെ ടാസ്കുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഡോക്ടേഴ്സിനാണ് അല്ലെ കുറച്ച് സമയം മാത്രമാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കാറുള്ളൂ എന്നുള്ളത്. അതേമാതിരി തന്നെ എക്സ്പീരിയൻസ് പീരിയഡ് നമുക്ക് നോക്കാം. എന്താണ് അതിൽ പറയുന്നുണ്ട്? ഫസ്റ്റിലെ പേഷ്യന്റ് എക്സ്പീരിയൻസ്, സെക്കൻഡ് പേഷ്യന്റ് സെൻട്രിക് സർവീസ്. ഓക്കെ, ബട്ട് വാട്ട് ഈസ് ദ പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ്. അതായത് രോഗികൾക്ക് ഈ പ്രാക്ടീസിൽ എങ്ങനെയാണ് ആ മൂല്യം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? ആദ്യം തന്നെ നമുക്കറിയാം പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ സാധിക്കും പേഷ്യന്റ് സെൻട്രിക് സർവീസ്. അവരെ പേഷ്യന്റിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് സേവനം സർവീസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അവരുടെ പ്രാക്ടീസ് നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല പരിചരണം കിട്ടിയോ എന്നുള്ളതിന് തീർച്ചയായിട്ടും പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് എന്താണ് നല്ല ബെറ്റർ സർവീസ് ആണെന്ന് പറയും അല്ലെ. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ് പേഷ്യന്റ് സെൻട്രിക് സർവീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് ലഭ്യമാകുന്നത്. പേഷ്യന്റ് എക്സ്പീരിയൻസ് അതായത് പ്രാക്ടീസ് എൻഗേജ് വിത്ത് പേഷ്യൻസ്. അതായത് പല പ്രാവശ്യം നമ്മൾ ആ ഡോക്ടറിന്റെ അടുത്ത് വരികയാണ് അല്ലെ. ഒരു ജേണി എന്ന് പറയുന്നത് ആ ഡോക്ടറുമായിട്ട് ഒരു യാത്രയുണ്ട്. എങ്ങനെ പല പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും പേഷ്യൻസ് എക്സ്പീരിയൻസ് ഓക്കെ ആയിരിക്കും, ഗുഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഒരു പേഷ്യന്റിന്റെ സെൻട്രിക്, അതായത് അവരെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ചികിത്സ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഹാപ്പി ആയിരിക്കും. അതേമാതിരി തന്നെ പേഷ്യന്റിന്റെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്തിരുന്ന പേഷ്യന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് അവർക്ക് നമ്മൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്കറിയാം, ഒരു വൺ ടൈം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം മാത്രം ഡ്യൂറേഷൻ ഉള്ളൂ എങ്കിൽ അവർക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല, അല്ലെ? അതുകൊണ്ടാണ് പേഷ്യൻസ് എക്സ്പീരിയൻസ് പീരീഡില് പ്രധാനമായിട്ടും പറയുന്ന ആ പീരീഡ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക് ആയിരിക്കണം, പേഷ്യന്റിനോടൊപ്പം ജോയിൻ ചെയ്യണം, യാത്ര ചെയ്യുന്നതായിരിക്കണം. ദെൻ അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ജസ്റ്റ് വെറുതെ ഒരു പിരിമിഡ് കാണിച്ചേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയേരെ. ആ പിരിമിഡിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേരെ. പേഷ്യന്റ് ആ ഫസ്റ്റ് വൺ മുകളിലേക്കും ടോപ്പിലെ പേഷ്യന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്, ഏറ്റവും അണ്ടറിലും പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ട് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് കേന്ദ്ര കഥാപാത്രമായിട്ട് എടുത്ത് കൈകാര്യം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് കിട്ടും. പേഷ്യന്റിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? വീണ്ടും നമുക്ക് നോക്കാം, വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. എസ്റ്റാബ്ലിഷ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ടു streamline hospital process, patient registration, appointment scheduling, generating bill, publishing lab test reports, setting up remitters, etc. Okay. അതായത് ഇതിൽ നോക്കാം, പ്രധാനമായിട്ടും ഒരു വിവരം അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിവരങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതായത് എസ്റ്റാബ്ലിഷ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ടു സ്ട്രീംലൈൻ ഹോസ്പിറ്റൽ പ്രോസസ് പേഷ്യന്റ് രജിസ്ട്രേഷൻ. അതായത് അവിടെ ഈ സ്റ്റാർട്ടിങ് തുടങ്ങി ഉള്ള എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കും. ഓരോ രോഗിയും കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ പ്രോസസ്, പേഷ്യന്റ് രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, ജനറേറ്റിംഗ് ബിൽസ്, പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്, സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ്. അതായത് എന്തെങ്കിലും റിമൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഓർമ്മപ്പെടുത്തുന്ന എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ഓരോ പേഴ്സൺസിനെയും ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ OP അനുസരിച്ചിട്ടായിരിക്കും ഓരോ പേഴ്സൺസിനും അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ചാർട്ട് ഉണ്ടാവും, അല്ലെ? ഫോക്കസ് ആണ് ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡർ പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. അദ്ദേഹത്തിന് ആദ്യം തന്നെ അങ്ങനെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു ചാർട്ട് ഉണ്ടാവും, ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞ മാതിരി തന്നെ അവർക്ക് ഓരോ പേഷ്യന്റിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ ലഭ്യമാക്കണം. തീർച്ചയായിട്ടും നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഡോക്ടേഴ്സ്, നഴ്സുമാര് നമുക്ക് ഒരു സൊല്യൂഷൻ തരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടാണ് അവിടെ വർദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഫോക്കസ്, ഈച്ച് പേഷ്യന്റിനെയും അവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. Then read out the two patients and communicate with them on different channels. അതായത് നമുക്കറിയാം, വായിച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് അല്ലെ, നമ്മളിപ്പോ ഡോക്ടേഴ്സ് എഴുതുന്ന കുറിപ്പുകളൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല, അല്ലെ? അവര് പലപ്പെടാവുന്ന എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത്, കാരണം അവരുടെ ലാംഗ്വേജ് അനുസരിച്ചിട്ട് അല്ലെ, മെഡിക്കൽ ലാംഗ്വേജ് അനുസരിച്ചിട്ടായിരിക്കും അവര് അത് ചെയ്തു പോകുന്നത്, അല്ലെ? റീഡ് ഔട്ട് പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. അവരെ ഏത് രീതിയിലും അവർക്ക് വിവരിച്ചു കൊടുക്കണം, അല്ലെ? ഇന്ന കാര്യങ്ങളാണ്, ഇന്ന മെഡിസിൻസാണ് കഴിക്കേണ്ടത്, ഇന്ന ടൈമിലാണ് കഴിക്കേണ്ടത്, ഓക്കെ, ഇന്ന ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം പേഷ്യന്റിന്. ജസ്റ്റ് അവരെ ചികിത്സിച്ച് മാത്രം പറഞ്ഞു വിട്ടാൽ കാര്യമില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കണം. Then conduct patient surveys to collect valuable feedbacks. Okay. അതായത് അവര് ചിലപ്പോൾ പറയും, അല്ലെ, നമുക്ക് കുറെ സമയം എടുത്തു, നമുക്ക് ഡോക്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന് പോയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവണം, അല്ലെ? വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കേൾക്കണം. അതനുസരിച്ചിട്ട് എന്തെങ്കിലും സർവേകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അവരിൽ നിന്ന്, പേഷ്യൻസിൽ നിന്നും എന്തൊക്കെയാണ് ഫീഡ്ബാക്കുകൾ എന്നൊക്കെ കളക്ട് ചെയ്ത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്ത നടപടികളൊക്കെ സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. Then try to understand how patients perceive the quality of care given. എന്താണ്
എങ്ങനെയാണ് ഓരോ രോഗികളും കാണുന്നത് അല്ലെ, ഗുണമേന്മയെ കാണുന്നത് എന്നുള്ളത്. റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പേഷ്യൻസ് പെർസീവ് ദ ക്വാളിറ്റി ഓഫ് എ കെയർ ഗിവൺ അല്ലെ, അവിടെ നിന്നും ലഭ്യമാകുന്ന ഏത് സേവനത്തിനാണോ കൂടുതൽ ഗുണമേന്മയുണ്ടെന്നുള്ളത് കാണുന്നത്, ഓരോ രോഗിയും കാണുന്നത് എന്ന് വിലയിരുത്തണം. ചിലപ്പോൾ ഡോക്ടറിന്റെ സേവനം ഓക്കെ എന്ന് അവർ പറയും, ചിലപ്പോൾ ചില സേവനങ്ങളൊക്കെ ഓക്കെ എന്ന് പറയും, ചിലതൊക്കെ മോശമാണെന്ന് പറയും അല്ലെ. അപ്പൊ ഏതൊക്കെയാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തണം. അപ്പൊ അവരുടെ ഫീഡ്ബാക്ക് അറിയണം എന്ന് പറയുമ്പോൾ നമുക്ക് സർവേ നടത്തണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലൂടെ പല പ്രോബ്ലംസ് അവർ പറയും അല്ലെ. അതേസമയം ചില കാര്യങ്ങൾ അവര് ഓക്കെ ആണെന്ന് അപ്രീസിയേറ്റ് ചെയ്ത് പറയും അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. Then discuss with the stakeholders and implement a quality measure. ഓക്കെ, നമ്മള് എല്ലാവരുമായിട്ടൊക്കെ ചർച്ച നടത്തണം അല്ലെ. ഡിസ്കസ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷർ. അതായത് നമ്മളിപ്പോ സർവേ ഒക്കെ നടത്തി കഴിഞ്ഞു, ഇപ്പൊ ഒരു പേഷ്യന്റിനെ സർവേ നടത്തിയപ്പോ അവര് പറയാണ് ഓക്കെ ഡോക്ടറിന്റെ സേവനം ഒക്കെയാണ്, പക്ഷെ കുറെ സമയം ഇങ്ങനെ ഇന്ന സ്ഥലത്തൊക്കെ വെയിറ്റ് ചെയ്തു. അതിനൊക്കെ വരുമ്പോഴെന്താണ് അവിടെ ഒരു ഡിസ്കഷനിലേക്ക് വരണം അല്ലെ. അവര് മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എന്താണ് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് നടപ്പാക്കണം. എങ്കിൽ മാത്രമാണ് നല്ലൊരു സേവനത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കേട്ട് ഓക്കെ അതൊക്കെ എഴുതി വെച്ച് രേഖപ്പെടുത്തി ഇങ്ങനെ വെച്ചാൽ മാത്രം അതുകൊണ്ട് കാര്യമില്ല അല്ലെ. ഫീഡ്ബാക്കുകൾ കേട്ട് അല്ലെങ്കിൽ അപ്രീസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യങ്ങളൊക്കെ കൊടുത്ത് ചില ഡോക്ടേഴ്സിനെ എന്താണ് അപ്രീസിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പേഷ്യൻസ് പറയാം. അപ്പൊ അവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേവനങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ കെയർ കൊടുക്കുക. അതേമാതിരി തന്നെ എന്തെങ്കിലും ഡ്രോബാക്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് എന്താണ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ. നല്ല എക്സ്പീരിയൻസുകൾ പ്രദാനം ചെയ്യുന്ന പേഷ്യൻസ് ആക്കി മാർത്തെടുക്കാനായിട്ട് സാധിക്കും. ചെയ്യണോ? ചെയ്യണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം അല്ലേ. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിറ്റൻഷൻ. എന്താണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്? നിലനിർത്തുക അല്ലെ. ഒരു ഹോസ്പിറ്റലാണ് രോഗി ചികിത്സിക്കാനായിട്ട് പോകുന്നതെങ്കിൽ അവിടുന്ന് വിട്ടുപോകാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാതെ നിലനിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. It's a more cost effective to withhold all the patients than to get new patients. നമ്മളെ പ്രധാനമായിട്ടും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ചെലവ് ചുരുങ്ങിയ കാര്യക്ഷമമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് നിലവിലുള്ള പേഷ്യൻസിനെ നിലനിർത്തുക, പിന്നെ പുതിയുള്ള പേഷ്യൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അല്ലെ. പുതിയ പേഷ്യൻസ് വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്താണ് ഓരോ പേഷ്യൻസ് വരുമ്പോഴും അവിടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ആ പേഷ്യന്റ് വന്നുകൊണ്ടിരിക്കും. എങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിന്റെ ഗുണം ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് the more cost effective to without all the patients then to get into patients. ഇത് എപ്പോഴും എന്താണ് അവിടെയുള്ള പേഷ്യൻസ് അവിടെ തന്നെ നിലനിന്ന് പോകാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. റിട്ടേണിംഗ് പേഷ്യൻസ് will result in a greater ROI. എന്താണ് ROI എന്ന് പറയുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മുടക്ക് മുതൽ ലഭ്യമാക്കിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് റിട്ടേൺ നേടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സർവീസ് ആരംഭിക്കുമ്പോൾ പേഷ്യൻസ് ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ ആരംഭിക്കുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ടല്ലേ പേഷ്യൻസ് വേണം,
അവരിൽ നിന്നും ഇൻകം ഉണ്ടാവണം എന്നൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. ഒരു ബിസിനസ് മൈൻഡിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ വേണം അല്ലെ. ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ് ബെസ്റ്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഹാപ്പി പേഷ്യൻസിനെയാണ് നമ്മൾ ബെസ്റ്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഹാപ്പി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് സംതൃപ്തമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് അവർ തിരിച്ചും എന്തെങ്കിലും വയ്യായിട്ട് വരുമ്പോൾ തിരിച്ചും ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ പ്രിഫർ ചെയ്യും അല്ലെ. അവര് മുൻഗണന കൊടുത്തിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവര് തന്നെയാണ് ബെസ്റ്റ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ടിങ് ഗ്രേറ്റർ ROI. അപ്പൊ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ROI ലഭ്യമാകുന്നത് ഏതെന്നാണ്? റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അവിടെയുള്ള പേഷ്യൻസിൽ നിന്നാണ്. പിന്നെ ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്. അതുകൊണ്ട് തന്നെ പറയാണ് ഹാപ്പി പേഷ്യൻസിനെയാണ് ബെസ്റ്റ് അഡ്വക്കേറ്റ് എന്നാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റിനൊക്കെ നമ്മൾ ഓരോ വ്യക്തികളൊക്കെ അംബാസിഡർമാരെ നിർവഹിക്കും അല്ലെ. അത് എന്താണ്? ഹാപ്പി പേഷ്യൻസ് ആണെങ്കിലാണ് അവർ പറയുള്ളൂ മറ്റുള്ളവരെയും കൂടി വരണമെന്ന് അല്ലെ. അവർ പുഷ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് നിർദ്ദേശിക്കുള്ളൂ അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. They will keep coming blank to opt for service and even suggest the hospital to their friends and family. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും പറയാണ് എന്താണ്? അവര് തീർച്ചയായിട്ടും എന്താണ് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കും അല്ലെ. വീണ്ടും എന്താണ് ഹോസ്പിറ്റലില് മറ്റുള്ളവരെയും കൂടി വരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും. അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ. അപ്പൊ നമ്മള് ഒരു ഡോക്ടറുടെ അടുത്ത് പരിചയം കിട്ടുമ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതേ വയ്യായിക വരുമ്പോൾ അല്ലെ നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ വരികയാണെങ്കിൽ പറയും ആ ഹോസ്പിറ്റലിലെ പരിചരണം ഓക്കെ ആട്ടോ, നല്ല ഡോക്ടറാണ്, നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖങ്ങൾ മാറിയെടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ നിർദ്ദേശിച്ചിട്ട് നമ്മൾ അവരെയും കൂടി ഫോഴ്സ് ചെയ്യും ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇല്ലേ. അങ്ങനെ നിർദ്ദേശിക്കില്ലേ? അങ്ങനെ സജസ്റ്റ് ചെയ്യോ? നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെ. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ, employ some of the best patient procurement strategies to make the patient feel worth. Okay, അപ്പൊ അതുപോലെ തന്നെ പറയുകയാണ് എന്താണ് പേഷ്യന്റിന്റെ ആ ഒരു ബെസ്റ്റ് ഫീൽ ഉണ്ടാവാനായിട്ട് അല്ലെ. പേഷ്യന്റിന് നല്ലൊരു ഫീലിങ്സ് എന്നുവെച്ചാൽ നല്ലൊരു സംതൃപ്തമായിട്ടൊരു ഫീലിങ്സ് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ്, അതായത് ഇങ്ങനെയൊക്കെയുള്ള അല്ലെ ഇവരെ എത്രയും നന്നായിട്ട് തന്നെ പേഷ്യന്റിന് സംതൃപ്തമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ക്വാളിറ്റിയുള്ള സർവീസുകളാണ് നേടിയെടുക്കുന്നത് എന്നുള്ളത് തേർഡ് പാർട്ടീസിന് കൂടി, അതായത് മറ്റുള്ള കസിൻസിനോടൊക്കെ പറയാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ പറയാണ് പാർട്ട് ഫ്രം പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ അല്ലെ, ക്വാളിറ്റി ഗുണമേന്മയുള്ള കെയർ, എംപ്ലോയി സം ഓഫ് ദ ബെസ്റ്റ് പേഷ്യന്റ് പ്രൊക്യൂർമെന്റ് സ്ട്രാറ്റജി. നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ നല്ലൊരു തന്ത്രം തന്നെയാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. അതായത് മറ്റുള്ള പേഷ്യൻസിനെ കൂടി ആകർഷിക്കാനായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ചിലര് ആദ്യം എന്താണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഒരുപാട് കസ്റ്റമേഴ്സ് ആയി കഴിയുമ്പോൾ എന്താണ് അത് ക്വാളിറ്റി ചെറുതായിട്ട് ഒന്ന് കുറച്ചുകൊണ്ട് അല്ലെ. അങ്ങനെ വിട്ടാണ് ഒരു ബിസിനസ്സുകാർക്ക് തന്നെയല്ലേ അത് അല്ലേ, ബിസിനസിന്റെ രീതിയല്ലേ. ആദ്യം കിട്ടിയ ഗുണമേന്മ ചിലപ്പോൾ പിന്നീട് നമുക്ക് ചിലപ്പോൾ സംഭവങ്ങൾക്ക് കിട്ടിയെന്ന് പറ്റില്ല. കാരണം അവിടെ മാർക്കറ്റിൽ അവര് കമ്പോളം പിടിച്ചു കഴിയും അല്ലെ. അങ്ങനെ അനുഭവപ്പെടാറില്ലേ? ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറുണ്ടോ? ചില പ്രൊഡക്റ്റിനൊക്കെ ആദ്യത്തെ ഒരു ഗുണമേന്മ ഇപ്പൊ ആ പ്രൊഡക്റ്റിന് ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലേ ഇല്ലേ? അപ്പൊ അതാണ് പറയുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള കെയർ ആയിരിക്കും ആദ്യം എന്തായാലും എന്താണ് പേഷ്യൻസിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ, അവിടെ പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദെൻ അവരെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി അല്ലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അത് തീർച്ചയായിട്ടും എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും എന്താണ് ക്വാളിറ്റി ഉള്ള സർവീസുകൾ ലഭ്യമാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോഴെന്താണ് ഗുണമേന്മയുള്ള സർവീസ് ആണെന്നുള്ളത് അവിടെ വന്ന് സേവനം നേടിയെടുക്കുന്നവർ മനസ്സിലാക്കും, മറ്റുള്ളവരെ കൂടി അങ്ങോട്ടേക്ക് വരാനായിട്ട് ആകർഷിക്കുകയും ചെയ്യും. നമുക്ക് അതിന്റെ ഒരു കുറച്ച് ഇതുകൾ പറയുന്നുണ്ട്. ഇംപ്ലിമെന്റിംഗ് പേഷ്യന്റ് റിട്ടൻഷൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അത് എങ്ങനെയൊക്കെ നിലനിർത്താം എന്നുള്ളതാണ്. ഫസ്റ്റ്ലി റിറ്റെയിൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. അതിൽ തന്നെ നമുക്കറിയാം എക്സിസ്റ്റിംഗ് പേഷ്യൻസിനെ നിലനിർത്തണം. Then back to those patients in case
ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവീസ്. ഇപ്പോഴും എന്താണ് പേഷ്യന്റിന്റെ ഫീഡ്ബാക്കുകളൊക്കെ സർവ് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് ആരായണം. ബിൽഡ് സോഷ്യൽ കമ്മ്യൂണിറ്റി. ഓക്കെ, ഒരു നല്ലൊരു സാമൂഹികമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഓക്കെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അല്ലെ മറ്റുള്ളവരെ കൂടി അറിയിക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യുക. ഇൻസെന്റീവ്സ് റിട്ടേൺ. ഓക്കെ, അവർക്ക് അങ്ങനെ തിരിച്ചു അല്ലെ ഈ ഒരു റിട്ടേൺ നേടിയെടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാരിതോഷികം. ഇപ്പൊ ഒരു ഇതിലൊക്കെ അല്ലെ ഒരു ഇതില് ചാനലിലൊക്കെ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ലൊരു പുതിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നല്ല സേവനമാണെന്നൊക്കെ നമ്മളെ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും പറയിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ഇൻസെന്റീവ്സ് ഒക്കെ പാരിതോഷികമൊക്കെ കൊടുത്തിട്ട് അല്ലെ ആ പേഷ്യന്റിനെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവരെ കൂടി അറിയാനായിട്ട് അല്ലെ അനുഭവജ്ഞാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നല്ലൊരു എന്നൊക്കെ പറഞ്ഞ മറ്റേ അനുഭവജ്ഞാനം പറയുമ്പോൾ എന്താണ് എല്ലാവരും അത് ക്യാച്ച് ചെയ്യും അല്ലെ. മറ്റുള്ളവരെ പറഞ്ഞ് അറിയണേക്കാളും അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരു പിക്ചർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തേക്കാൾ കൂടുതൽ അഡ്വർടൈസ്മെന്റിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നത് എന്താണ് ഓരോരുത്തരുടെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴായിരിക്കും. അപ്പൊ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ അത് നല്ലതാണെന്നുള്ള ഒരു രീതിയിലേക്ക് അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി. ഓക്കെ, അവരുടെ ആ പേഷ്യന്റിന്റെ ആ വിശ്വസ്തതയ്ക്കൊക്കെ റിവാർഡുകളൊക്കെ കൊടുക്കുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. ഓക്കെ, നല്ല നല്ല തെളിവുകളൊക്കെ അല്ലെ സമൂഹത്തിന്റെ മുമ്പിൽ അതിനൊക്കെ തെളിവുകൾ കാഴ്ചവെക്കുക. ചിലപ്പോക്കെ അല്ലെ ഇപ്പൊ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ എന്തെങ്കിലും അല്ലെ ഇപ്പൊ ഇൻ കേസ് ഒരു ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റിന്റെ മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് വിങ്ങായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം പുതിയ കുട്ടികൾ ഉണ്ടാവുക അല്ലെ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുക. അവർക്ക് ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെയൊക്കെ കുറെ അഡ്വർടൈസ്മെന്റ് കിട്ടുമ്പോഴാണ് ഓക്കെ ആ ഹോസ്പിറ്റൽ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓക്കെയാണ് അല്ലെങ്കിൽ ക്യാൻസറുമായി അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് അവരെ ചില അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കും അല്ലെ. അപ്പൊ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്താണ് മറ്റുള്ളവരെ കൂടി അട്രാക്ട് ചെയ്ത് വരാനായിട്ടുള്ള സാധ്യത. ഇപ്പൊ ഗുണമേന്മയുള്ള സർവീസ് ആണെന്ന് അവർ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മറ്റുള്ളവരോട് വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. Then listen to the voice of patients, then resolve issues of patients. ഓക്കെ, എപ്പോഴും പേഷ്യൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ. അവിടെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഇപ്പൊ ഞാൻ കുറെ സൗകര്യങ്ങളുണ്ട് ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട് അവരവരുടെ തന്നെ സെൽഫായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാളും പേഷ്യൻസിൽ നിന്ന് കുറെ വോയിസുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല റിസോൾവ് ഇഷ്യൂസ് പേഷ്യൻസിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നമുക്കറിയാം അത് അവര് ഹോസ്പിറ്റലിൽ തന്നെ നിലനിന്ന് പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഓക്കെ, നോക്കുക. ആണോ? അടുത്ത ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് നോക്കാനുള്ളത് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽസ് ഡു ടു അപ്ഗ്രേഡ് പേഷ്യൻസ് റിറ്റൻഷൻ. പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും? ജനറേറ്റ് കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ അവിടെ നിലനിന്ന് പോകാനായിട്ടുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യണം അല്ലെ. ആദ്യം തന്നെ സേവനങ്ങൾ മാത്രം അല്ല പോരാ
നമുക്കറിയാം അവിടെ അതിന് മതിയായ ഒരു അല്ലെ ഒരു അറ്റ്മോസ്ഫിയർ കൂടി അവിടെ ഉണ്ടാവും, ഒരു ചുറ്റുപാടും കൂടി അവിടെ കൈകാര്യം ചെയ്ത് കൊടുക്കണം അല്ലെ. ഇൻപേഷ്യന്റ് ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ നല്ല സേവനങ്ങൾ കൂടി അവര് അറിയിക്കുന്നുണ്ട് അല്ലെ. മാനേജ് സർവീസുകൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു എന്താണ് ഇൻപേഷ്യന്റ് ആയിട്ടൊക്കെ സേവനം അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പേഷ്യന്റ് ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് ജനറേറ്റ് കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. എപ്പോഴും എന്താണ് അവിടെ ഇൻവൈറ്റ് ചെയ്ത് നമ്മള് ഫീൽഡിൽ തന്നെ അല്ലെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ് എങ്കിലും സൗകര്യപ്രദമായ രീതിയിൽ തന്നെയായിരിക്കണം എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. Then he intimate the patient in advice about the treatment procedure. ഇതാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളൊക്കെ അല്ലെ, അതിലേക്ക് അവരെ കൂടി പേഷ്യന്റിനെ കൂടി പങ്കാളികളാക്കും. ഓക്കെ, അവരുടെ എന്താണ് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, ട്രീറ്റ്മെന്റിന്റെ ഒക്കെ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന ഭക്ഷണങ്ങൾ ഇന്ന സമയത്ത് കഴിക്കണം, ഇന്ന രീതിയിലൊക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോഴൊന്നും അല്ലെ മാറ്റങ്ങളൊന്നും വരരുത്, അതായത് നമ്മള് മെഡിസിൻസ് കഴിക്കാതെ ഇരിക്കരുത്, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നല്ല ഉപദേശങ്ങളെല്ലാം തന്നെ അവർക്ക് പരസ്പരം ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. Then excel the patient's expectations and provide the best treatment. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു പേഷ്യന്റ് ആണ് എങ്കിലും അവര് എക്സ്പെക്ട് ചെയ്യുന്നത്, അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് നമ്മുടെ രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യണം, അത് തീർച്ചയായിട്ടും പരിഹരിക്കണം അല്ലെ. അപ്പൊ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വിട്ടുപോകാനായിട്ട് താല്പര്യപ്പെട്ടില്ല അല്ലെ. നമ്മളിപ്പോ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ട് അല്ലെ അവിടെയും ചെല്ലുമ്പോഴും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും അവർ താല്പര്യപ്പെടുന്ന ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ അത് ഏത് രോഗിയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും മോസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് ട്രീറ്റ്മെന്റ് ആണ്. നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭ്യമാകുന്നത് എവിടെയാണോ അവിടേക്ക് നമ്മൾ എത്ര റിസ്ക് എടുത്താലും പോകാനായിട്ട് തയ്യാറാവും. കാരണം നമുക്ക് എത്രയും ആഗ്രഹം എന്താണ് നമ്മുടെ അസുഖം മാറണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് എക്സ്പെക്ടേഷൻ അതായതുകൊണ്ട് തന്നെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കാം. കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദ വിസിറ്റ്. ഇൻ കേസ് പുതിയൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് പേഷ്യൻസ് ഒക്കെ ആയിരിക്കും പേര് കേട്ട് അവിടെ ചെല്ലുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ആഫ്റ്റർ 3 days ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വിളിച്ച് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെ ഒരു ഫോളോ അപ്പ് ഒക്കെ നടത്താം. ഇപ്പൊ നമുക്കറിയാം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. ഒരു വലിയ വലിയ ഹോസ്പിറ്റല് എത്രയും പേഷ്യൻസിനെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുമോ നിങ്ങൾ എങ്ങനെയായി 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ, അതൊക്കെ നമ്മൾ വിചാരിക്കാൻ പോലും പറ്റില്ല അല്ലെ. അതേസമയം പുതിയൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരൊരു ഫോളോ അപ്പ് കൂടിയും എടുക്കാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോഴാണ് അവിടെയുള്ള പേഷ്യൻസിന് ഓക്കെ ആണെന്ന് നമുക്ക് ഫീഡ്ബാക്ക് കൊണ്ട് അറിയാനായിട്ട് ദെൻ അവരെ ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊക്കെ പ്രചോദിപ്പിക്കുന്നത്. ദെൻ എന്താണ് വീണ്ടും പറയുന്നുണ്ട് ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം തന്നെ പേഷ്യൻസിനെ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓക്കെയാണ് അല്ലെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്താണ് പേഷ്യന്റിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ നമ്മുടെ അസുഖത്തിന് കണ്ടിന്യൂവേഷൻ വേണം, അതല്ലെങ്കിൽ ഓക്കെയാണ് നമ്മളിപ്പോ ഓക്കെയാണ് ഇനി ഡോക്ടറിനെ കാണേണ്ട സമയം. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം അല്ലെ. വീണ്ടും എന്തെങ്കിലും വയ്യായ്ക്ക് വരുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ തന്നെ എല്ലാവരും ആഗ്രഹിക്കും. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് എന്നുള്ള ഒരു പരിഗണന അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ രീതികളിലൊക്കെ പേഷ്യന്റിന്റെ നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ണോ ടെസ്റ്റ് വായിച്ചു നോക്കാം.
വായിച്ചു നോക്കിയായിരുന്നോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. factors that influence patient satisfaction. ചെയ്യാം. factors that influence patient satisfaction. എന്തൊക്കെ ഘടകങ്ങളാണ് പേഷ്യന്റിനെ തൃപ്തിയാക്കി കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണുള്ളത്? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കുറെ അനുഭവങ്ങളാണ് അല്ലെ. അതൊക്കെ തന്നെയാണ് നോക്കാം. First, patient satisfaction often relates to the expectations that a patient has of the care team. അതായത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് പലതും പ്രതീക്ഷിച്ചേക്കാം അല്ലെ. പരിചരണ സംഘത്തിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അത് പ്രധാനമായിട്ടും പ്രചോദിപ്പിക്കുന്ന ഘടകമാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ചൊറിച്ചിലൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ എന്താണ് ആദ്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ചൊറിച്ചിലിന് എങ്ങനെയെങ്കിലും പരിഹാരം കാണാം. ഒരു വേദനയായിട്ടാണ് ചെന്നെങ്കിൽ എന്താണ് ആദ്യം തന്നെ ആ വേദനയ്ക്ക് ഒരു ശമനം വേണം അല്ലെ. അപ്പൊ എന്താണോ പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ. ആ ഒരു ട്രീറ്റ്മെന്റ് കെയർ ടീമിൽ നിന്ന് അതിനുള്ള പരിചരണം വേണം. തീർച്ചയായിട്ടും ഡോക്ടേഴ്സും നഴ്സുമാരും എന്താണ് ഫ്രണ്ട് ഓഫീസ് മുതലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും ഇതിൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത്. അവരിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ട്രീറ്റ്മെന്റ് പ്ലാൻസ് ചികിത്സാ പദ്ധതികളൊക്കെ അല്ലെ. ഏത് രീതിയിലുള്ള പദ്ധതിയിലൂടെയാണ് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ ആദ്യം തന്നെ നമുക്കറിയാം ഒരു സ്റ്റാർട്ടിങ്ങിൽ അവർ മെഡിസിൻ കൊടുത്തുകൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് നടത്തി അല്ലെ. അതിനുശേഷമൊക്കെ ആയിരിക്കും അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോവാം അല്ലെ. അപ്പൊ ആ പദ്ധതികൾ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത് അല്ലെ. ആ ഒരു രീതിയിൽ തന്നെ അവര് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യന്റ് ഓക്കെ ആയിരിക്കും അല്ലെ. ഒറ്റയടിക്ക് ചെന്നുകൊണ്ട് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പൊ കുട്ടികളെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അത് തന്നെ ഒരു ആന്റിബയോട്ടിക് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ അല്ലെ. കാരണം ആന്റിബയോട്ടിക് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില അസുഖങ്ങൾക്ക് അല്ലെ ചില ഡോക്ടേഴ്സ് എന്താണ് ഒറ്റയടിക്ക് ആന്റിബയോട്ടിക് എഴുതുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കില്ല അവർക്ക് പോകാനായിട്ട് താല്പര്യപ്പെടും. കാരണം എന്താണ് നമുക്ക് ഓൾറെഡി കുറെ നോളജുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പറ്റുന്ന തരത്തില് ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ടും അല്ലെ ഫസ്റ്റ് എയ്ഡ് പോലുള്ള മെഡിസിൻസ് കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈമിലായിരിക്കും അത് മാറിയില്ലെങ്കിൽ ആന്റിബയോട്ടിക് ആയിരിക്കും നമ്മൾ താല്പര്യപ്പെടും. അപ്പൊ അവിടെ ആ ഒരു പേഷ്യന്റ് എന്താണോ ആഗ്രഹിക്കുന്ന ചികിത്സാ പദ്ധതികൾ അതനുസരിച്ചിട്ട് മെഡിസിൻസ് കൊടുക്കാനായിട്ടുള്ള മനോഭാവം കാണിക്കേണ്ടതുണ്ട്. തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള മനോഭാവം കാണിക്കണം. Then effective communication between patients and the providers. നമുക്കറിയാം എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ മാതിരി ഡോക്ടർ ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് പറയാൻ നമുക്ക് കൂടി കേൾക്കാനുള്ള മനസ്സില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പിന്നെ നമ്മളോട് ആഗ്രഹിക്കില്ല അല്ലെ. ഒരു സാവകാശമൊക്കെ തന്ന് നമ്മൾ പറയുന്നതൊക്കെ ഉൾക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടൊക്കെയുള്ള നിർദ്ദേശമാണ് എങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ ആയിട്ട് എല്ലാ പേഷ്യന്റും ആഗ്രഹിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലെ. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ പ്രൊവൈഡേഴ്സ് നൽകുകയാണ് എങ്കിലാണ് ഏതൊരു പേഷ്യന്റും അവിടേക്ക് പോകാനായിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് തിരിച്ചു പോകാനായിട്ട് തയ്യാറാവും. ദെൻ വെയിറ്റ് ടൈംസ് നമ്മൾ നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. അതിനുശേഷം ഡോക്ടറെ കാണാനായിട്ട് കുറെ നേരം നിന്ന് ഓക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതോടുകൂടി നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോക്ക് അതോടുകൂടി നിർത്തും അല്ലെ. നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ സമയത്തിനുള്ളിൽ ഡോക്ടറെ കണ്ട് നമുക്ക് സേവനങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ചാൻസും കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റും ആഗ്രഹിക്കുന്ന എക്സ്പെക്ടേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നല്ല ട്രീറ്റ്മെന്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ നല്ല സമയം അവര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് ഒറ്റയടിക്ക് നമ്മൾ അല്ലെ നല്ല വീര്യം കൂടിയ മെഡിസിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഓരോ പേഷ്യന്റും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ കാര്യങ്ങളാണ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഏതൊരു പേഷ്യന്റും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വന്നത് ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഓക്കെ നമുക്കറിയാം ഇതൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും അവിടെ അല്ലെ സൗകര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് അല്ലെ. ചിലപ്പോ ഒക്കെ വൺ ടൈമില് പോയിട്ട് ജസ്റ്റ് പോരാനായിട്ട് ചിലപ്പോ ആഫ്റ്റർ ഇനിയും ചികിത്സ കഴിക്കേണ്ടി വരുമ്പോൾ അതിനുള്ള സൗകര്യം കൂടിയുള്ള ഹോസ്പിറ്റലാണോ എന്ന് വിലയിരുത്തിയിട്ടായിരിക്കും ചിലപ്പോഴൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രം എടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവര് അങ്ങനെ മാത്രമായിരിക്കും ആ ഹോസ്പിറ്റൽ നമ്മൾ കാണുന്നത്.
അല്ലെ അടുത്ത ഹോസ്പിറ്റലില് അകലെ കൂടുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡിന് വേണ്ടി മാത്രം കൊണ്ട് ചിലപ്പോ എന്താണ് ചിലപ്പോൾ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ നല്ലത് ചൂസ് ചെയ്തെടുക്കാറുണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും അഡ്മിഷൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാറുണ്ട്. ഇല്ലേ? എങ്ങനെ ഉണ്ടാവാറില്ലേ? ചിലപ്പോൾ എന്തെങ്കിലും സ്കാനിങ്ങോ എന്തെങ്കിലുമൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ള ഒരു പരിഗണനയിൽ ചിലപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ ആയിട്ട് തയ്യാറാവും. ഇല്ലേ? അങ്ങനെ തയ്യാറാവില്ലേ? നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യില്ലേ? ഓക്കെ, പേഷ്യന്റ് എല്ലാവരും തന്നെ അത് പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ? നമ്മൾ സാധാരണ നോർമലി ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്ന് പോലും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്ന പല ഘടകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവരുടെ സമയം, അവരെയൊക്കെ എന്താണ് സെൻട്രലൈസ് ചെയ്ത്, അതായത് അവരെ സ്പെഷ്യലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ അല്ലെങ്കിൽ ആ ടീമിന്റെ സേവനങ്ങൾ ഉണ്ടോ എന്നുള്ളത്, then അതേമാതിരി തന്നെ അവർക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടോ എന്നുള്ളത്, then അവിടെ നല്ലൊരു ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകങ്ങളിൽ പെടുന്നതാണ്. ചെയ്യണോ? അടുത്തൊരു ഭാഗത്തിന്റെ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ നോക്കാം. അതിന്റെ കണ്ടിന്യൂഷൻ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പോകണോ എന്തൊക്കെയാണ് ഓരോ ഇതിലും അല്ലെ? ചിലപ്പോൾ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കാം. റിട്ടൻഷൻ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് അതൊക്കെ മോസ്റ്റ്ലി ഇത് മനസ്സിലാക്കി തന്നെ മാറ്റി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം തന്നെ എന്താണ് പൽവേര് ക്വസ്റ്റ്യൻസ് പോലെയുള്ള രീതിയിലല്ല. പിന്നെ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക. എന്നുള്ളതിന്റെ അപ്ലിക്കേഷൻ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു ഭാഗം പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ഹാപ്പി പേഷ്യൻസിന് അല്ലെങ്കിൽ ROI ഓർ ഹാപ്പി പേഷ്യൻസ് ഹോസ്പിറ്റൽ എന്നുള്ളൊരു വിങ് എടുക്കുമ്പോൾ അവിടെയുള്ള പ്രോഫിറ്റബിലിറ്റി ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? അവിടെ ഹാപ്പി ആയാൽ മാത്രമാണ് അവിടേക്ക് വീണ്ടും വരികയുള്ളൂ. അതുകൊണ്ടാണ് ആ ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഹാപ്പി പേഷ്യൻസിന്റെ ലേബൽ ചെയ്യുന്നത്. മനസ്സിലാക്കി വയ്ക്കുക. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് എല്ലാ പോയിന്റ്സ് ഒന്നും ഓർത്ത് വെക്കുക. ബൈഹാർട്ട് പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഘടകങ്ങൾ വരാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അനുഭവം നല്ലതാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓക്കെ ആയിക്കോളും. ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Patient satisfaction surveys catches self-reported patient evaluation of multiple touch points in the course of their medical care experience. Okay, അതില് നമ്മള് കണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റല് അത് നിലനിർത്തി പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണം. അപ്പം ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അനലൈസ് ചെയ്യണം അല്ലെ, വിലയിരുത്തേണ്ടതായിട്ട് വരും. വിലയിരുത്തേണ്ടതായിട്ട് വരില്ലേ, എന്റെ വരില്ലേ? അവരോട് ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിയണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത് നമ്മൾ ആ ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തണം അല്ലെ. അവിടെ എന്തെങ്കിലും സർവേ നടത്തിയിട്ട് അവരെ കൊണ്ട് പല കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ that's a self-reported patient evaluation of a multiple touch point in the course of their medical care experience. അതുകൊണ്ട് തന്നെ അത് ടച്ച് പോയിന്റ് ആണ് അല്ലെ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെൽ എക്സ്പീരിയൻസ് ആണ്, അവര് ആ ഹോസ്പിറ്റലിൽ കിട്ടുന്ന അനുഭവങ്ങളാണ് അവര് വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ടച്ച് പോയിന്റ്, അവരുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് പ്രധാനമായിട്ടും നമുക്ക് സർവേ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Depending on what the aspect of a patient satisfaction is being calculated. Examples may include responsive of a staff, clinician communication, technical skills, and hospital environment. Okay, നമ്മളിപ്പോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെ, പല കാര്യങ്ങളും നമ്മൾ ടച്ച് പോയിന്റ് ഒരുപാട് ഒന്നിലധികം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞ മാതിരി നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നമ്മൾ പറയുന്നതൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല അല്ലെ. ഇപ്പൊ ചോദ്യം ചിലപ്പോ വളരെ ഏത് ഡോക്ടറെ കാണണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. ഇതിപ്പോ വലിയ ജനറൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ന്യൂറോളജിനെ കാണും, നെഫ്രോളജി എന്താണ്, കാർഡിയോളജി വിഭാഗം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിലപ്പോൾ അവയർനെസ് ഉണ്ടാവില്ല. നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട് ആരെയാണ് കാണേണ്ടതെന്ന് വരെ ചിലപ്പോൾ അവർക്ക് അവയർനെസ് ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അവരെന്താണ് പല കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസിൽ തന്നെയായിരിക്കും ചോദിച്ചറിയുന്നത്. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അവിടെ തീർച്ചയായിട്ടും ജീവനക്കാരുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ആസ്പെക്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കാൽക്കുലേറ്റഡ്. എക്സാമ്പിൾ മേ ഇൻക്ലൂഡ് എന്താണ് റെസ്പോൺസീവ് ഓഫ് സ്റ്റാഫുകളുടെ പ്രതികരണങ്ങൾ അല്ലെ. നമ്മൾ പറയുന്നത് അനുസരിച്ചിട്ട് അവര് പ്രതികരിക്കുന്നത് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ അല്ലെ. ക്ലിനീഷ്യൻസ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മളിപ്പോ ഡോക്ടർ പറയണോ ഇത് 3 നേരം കഴിക്കുക 4 നേരം കഴിക്കുക ഇതിനകത്ത് ഇങ്ങനെ ഭേദമാവും, അത് നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. എന്താണ് അവര് നമ്മൾ പറഞ്ഞതിന് എന്തെങ്കിലും സൊല്യൂഷൻ ആണോന്നോ അല്ലെങ്കിൽ ഇത് ഏത് അസുഖമാണെന്നോ ഇതെങ്ങനെയാണ് ഈ അസുഖങ്ങൾ വന്നതെന്നോ അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ മാറാനായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊന്നും കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലെ. ഇന്നതാണ് നിങ്ങൾക്ക് വന്നേക്കുന്ന ലക്ഷണം വെച്ചിട്ട് ഇന്നത്തെ അസുഖങ്ങളാണ്, ഈ അസുഖങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ അസുഖങ്ങൾക്ക് ഇന്ന രീതിയിലാണ് പോംവഴികളുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൊല്യൂഷൻ തിരഞ്ഞെടുക്കാം പെട്ടെന്ന് മാറണമെങ്കിൽ അല്ലെ. ചില ഡോക്ടേഴ്സ് നമുക്കറിയാം എന്താണ് അവര് എന്താണ് സൊല്യൂഷൻസ് ഒക്കെ കുറിക്കുമ്പോൾ തന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവര് ആന്റിബയോട്ടിക്കും കുടിക്കും, ആദ്യം നേരിടുന്ന നിങ്ങൾ ചെയ്യുന്ന അല്ലെ ഈ മെഡിസിൻസ് ഒക്കെ കഴിക്കാമെന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്കിലേക്ക് പോയാൽ മതി. അപ്പൊ വീണ്ടും ഡോക്ടറെ കാണേണ്ട കാര്യവുമില്ല. എന്താണ് ആദ്യത്തെ സൊല്യൂഷൻ അനുസരിച്ചിട്ട് മാറുകയാണെങ്കിൽ അവർ സംതൃപ്തരാണ്, ആന്റിബയോട്ടിക് കഴിക്കാതെ തന്നെ മാറിയല്ലോ എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വീണ്ടും എന്താണ് അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ തന്നെ അവർ പ്രിഫർ ചെയ്യും അല്ലെ, പോകാനൊക്കെ ആയിട്ട് താല്പര്യപ്പെടും. അപ്പൊ ക്ലിനീഷ്യൻസിന്റെ കമ്മ്യൂണിക്കേഷൻസും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അവര് വ്യക്തമായ രീതിയിൽ തന്നെ ആശയവിനിമയം നടത്തി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേഷ്യന്റ് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതേപോലെ ടെക്നിക്കൽ സ്കിൽസ് നമുക്കറിയാം, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റോട് കൂടിയിട്ടാണ് ഇപ്പൊ ഏതൊരു ബിസിനസ് ഫേം അത് ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും പ്രവർത്തിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് നമുക്ക് ചിലപ്പോൾ പേഷ്യൻസിനൊന്നും അത് അവയർനെസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അവര് കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇങ്ങനെയാണ്. അപ്പൊ അതേമാതിരി തന്നെ ടെക്നിക്കലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ചുറ്റുപാടുകളിലും നല്ലൊരു സ്ട്രക്ചർ അല്ലെ, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും നല്ലൊരു രീതിയിൽ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും എന്താ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. അങ്ങനെയല്ലേ ശരിയുള്ള കാര്യം. നമ്മളിപ്പോ ഡോക്ടറുടെ സേവനം മാത്രമല്ല ആഗ്രഹിക്കുന്നത് അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തുടങ്ങിയ റിസപ്ഷനിസ്റ്റ് തുടങ്ങി നമ്മള് എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളിൽ നിന്നും നല്ല നല്ല സേവനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ നല്ല സേവനങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ ഫീഡ്ബാക്കുകളൊക്കെ സർവേ നടത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ എന്താണ് ഷെയർ ചെയ്യും. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ എന്താണ്
അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിലൂടെ തന്നെ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കുക, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് എന്താണ്, ടച്ച് പോയിന്റ്സുകൾ ക്യാച്ച് ചെയ്യുന്നതാണ് അല്ലെ. അവിടെ ഓരോ പേഷ്യന്റിന്റെയും എന്താണ് നല്ല എക്സ്പീരിയൻസുകളൊക്കെ ക്യാച്ച് ചെയ്യുന്നതാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ പല ഘടകങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഡോക്ടറുടെ സേവനം മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും, അതിപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫുകളായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും സ്റ്റാഫുകളുടെ സേവനങ്ങളായിരിക്കാം. എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാകുന്ന എല്ലാ സ്റ്റാഫിൽ നിന്നും നല്ല പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അല്ല എങ്കിലും തീർച്ചയായിട്ടും അവര് അത് റെസ്പോൺസ് ചെയ്യും. ആ ഒരു സർവേയിലൂടെ അപ്പോൾ നല്ല രീതിയിൽ സർവേ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കറക്ഷൻ നടത്തിയിട്ട് പേഷ്യൻസിനെ നല്ല ബെറ്റർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.